May I come in? Yes, come in. എന്താ? ഡോക്ടർ ഇന്ദു ഇവിടെ ഉണ്ടോ? ഇല്ല. ഞങ്ങൾ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ ഇന്ദു ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ദു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. നിങ്ങൾ ആരാണ്? ഞാൻ രവിയുടെ ഒരു കൂട്ടുകാരനാണ്. പേര് ഗോപി. ദുബായിൽ നിന്ന് വരുന്ന വഴിയാണ്. രവിയും ഇന്ദുവും തമ്മിലുണ്ടായ എല്ലാ സംഭവങ്ങളും സലിം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് ഷാലിമാർ ഹോട്ടലിൽ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും ഉത്തരവാദി ഞാനാണ്. ഇന്ദു രവിയെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. തെറ്റിദ്ധാരണയാണെന്ന് ആര് പറഞ്ഞു? ഇന്ദു അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് എങ്ങനെ തെറ്റിദ്ധാരണയാവും? എല്ലാം എല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ടു ലേറ്റ്. വളരെ വൈകിപ്പോയി. ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനാണ് രവി. ഞാൻ കാരണം ആ ബന്ധം തകർന്നുകൂടാ. ക്ഷമിക്കണം, ഇത് കോടതിയല്ല. കുറ്റസമ്മതം നടത്താനും തെളിവുകൾ ഹാജരാക്കാനുമുള്ള സ്ഥലം ഇതല്ല. അത്രയെങ്കിലും അറിയാനുള്ള വിവേകം എനിക്കുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഔചിത്യമില്ലാത്തൊരു വക്കീലാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. നിങ്ങളെപ്പോൾ ഒരു അഡ്വക്കേറ്റിന്റെ കയ്യിൽ കുരുങ്ങിപ്പോയ പാവം ഇന്ദുവിനെ കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഓർത്ത് മാത്രം ദുഃഖിച്ചാൽ മതി. ഇന്ദുവിനെ വിട്ടേക്കും. ഇന്ദു എന്റെ രവിയുടെ ഭാര്യയാണ്. അവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഇന്ന് ഇന്ദു രവിയുടെ ഭാര്യ അല്ല. നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തർക്കിച്ച് ജയിക്കാനായിരിക്കും ഭാവം. പക്ഷെ ഞാൻ ഒന്നും അതിനല്ല. ഞാൻ നിയമം പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ ലോകം ഒരുപാട് കണ്ടവനാണ് ഞാൻ. ജീവിതം ഒരു കളിക്കോപ്പ് പോലെ കയ്യിലിട്ട് പന്താടിയവൻ. പക്ഷേ രവി അങ്ങനെ ആയിരുന്നില്ല. അവനെല്ലാം ഇന്ദുവായിരുന്നു. അവന്റെ ലോകത്തിൽ അവൻ ഇന്ദുവും മിനിമോളും മാത്രമേ ഉണ്ടായിരുന്നു. സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ആ കൊച്ചു കുടുംബത്തിൽ കറുത്ത നിഴൽ വീശിയത് ഞാനാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അന്ന് നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എടാ, കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം, ബന്ധം, സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം. എന്റെ വൈഫ് എന്റെ ദൈവമാണ്. കല്യാണം കഴിഞ്ഞന്ന് രാത്രി ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. പിന്നെ ഇതുവരെ ഞാൻ ഇന്ന് മാറിയിട്ടില്ല, ഇങ്ങോട്ട് മാറുകയില്ല. ഇന്ദു, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. രവി നിരപരാധിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇന്ദു അന്ന് കേട്ടില്ല. അത് കേൾക്കാനുള്ള സന്മനസ് പോലും ഇത് കാണിച്ചില്ല. രജനി, എനിക്ക് തെറ്റുപറ്റി. രജനി, ഇല്ലെന്തോ നിനക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇവര് രണ്ടുപേരും ചേർന്നുള്ള കള്ളക്കളിയാണിത്. നിങ്ങളൊരു സ്ത്രീയാണോ? ഇന്ദുവിന്റെ ആത്മാർത്ഥ കൂട്ടുകാരിയാണത്ര. ഒരു ഭാര്യയുടെയും അമ്മയുടെയും മനസ്സ് കാണാൻ കഴിയാത്ത നിങ്ങൾ എത്ര പഠിച്ചിട്ട് എന്തിനാ? രജനി, എനിക്കെന്റെ രവിയേട്ടനെ കാണണം. ഈശ്വര, എനിക്ക് ഭ്രാന്തായിരുന്നു. നല്ലവനായ എന്റെ രവിയേട്ടൻ. നല്ലവനായ എന്റെ രവിയേട്ടൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചകനാണ് അയാൾ. രജനി, ഇന്ദു, നിനക്കറിയില്ല, എനിക്കറിയാം. എന്നെയും എന്റെ കുടുംബത്തെയും തകർത്തവനാണ് അയാൾ. നിനക്കറിയാമോ? എന്റെ ഉഷയെ കൊന്നത് അയാളാണ്. രജനി, രവിയേട്ടൻ ഉഷയെ കൊന്നോ? ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഒന്നും അറിയാത്ത എന്റെ കൊച്ചനുജത്തിയെ പറഞ്ഞു മയക്കിയെടുത്ത് അവനോട് നശിപ്പിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞപ്പോ താമസിച്ചു പോയി. രവി എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊന്നും പറയാതെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? ഉഷ ധൈര്യമായിട്ട് വിട്ടുപോകും. ചില ആരാ ഉഷയത്? എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ. നീ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല ചേച്ചി. ഉഷേ, നിന്റെ പോക്കത്ര ശരിയല്ല. ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ.
ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഡാഡി എന്റെ വിവാഹ നിശ്ചയത്തിന്റെ തിരക്കിലായിരുന്നു. എന്റെ വിവാഹം നിശ്ചയിച്ച ആ ദിവസം രാത്രി എന്റെ ഉഷ ഗർഭിണിയാണെന്നറിഞ്ഞ അതേ രാത്രി എനിക്ക് മാപ്പ് തരണം. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച് പാപയാണ് ഞാൻ. എന്നെ വഞ്ചിച്ചു രവിയെ. ഉഷ മരിച്ചതിന്റെ 2ാം ദിവസം അപമാനം താങ്ങാൻ കഴിയാതെ എന്റെ അമ്മ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതോടെ നിശ്ചയിക്കപ്പെട്ട എന്റെ വിവാഹവും മുടങ്ങി. എന്റെ അച്ഛൻ ഇവിടുത്തെ ബിസിനസ് എല്ലാം മതിയാക്കി ബാംഗ്ലൂരിലേക്ക് പോയി. ഞാനവിടെ LLBക്ക് ചേർന്നു. ആ സമയത്താണ് ഇന്ദു രവിയുമായുള്ള വിവാഹം നടന്നത്. അന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ രവി നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. നിന്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് അവനെ ഇത്രയും നാൾ ജീവിപ്പിച്ചത്. അല്ലെങ്കിൽ എന്റെ ഉഷയെ നശിപ്പിച്ച അവനെ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഉഷയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതെ, എന്റെ ഒരേ ഒരു സഹോദരിയാണ് അവൾ. പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്ത ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്? അതെ. ഉഷയുമായി ബന്ധമുണ്ടായിരുന്നവൻ നമ്മുടെ രവിയല്ല. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അല്ല, സത്യം ഞാൻ പറയാം. ഞാനും രവിയും രവികുമാറും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത്. രവി ഇത് വീട്ടിലിറങ്ങാൻ ഞാൻ ആത്മഹത്യ ചെയ്യല്ലത് വേറെ വഴിയില്ല. അത് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? രവി എന്നെ ഉപേക്ഷിക്കരുത്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പ്രശ്നം നോക്കണ്ടേ? നീ മറ്റെന്തെങ്കിലും മാർഗം തേടിയേ പറ്റൂ. ഉഷേ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് പരിചയമുള്ള ലേഡി ഡോക്ടറല്ല. എന്തിനിടെ അവിടെ ഒരു കരച്ചിലും തൂച്ചിലോ? ലവൻ അവളെ അടിച്ച് ലോഡാക്കി എന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് പോയി പറഞ്ഞു ഒതുക്കിക്കളെ. വാ. പ്രേമായിരിക്കും അല്ലേ? എടാ, ആണുങ്ങളായ നട്ടല് വേണം. ഒരു പെണ്ണെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രേമിച്ച പെണ്ണെ കെട്ടണം, അവനാണ് ആണ്. പാർട്ടിയെ ഉപദേശിക്കുന്നത്. ഞാൻ ആരെയാണ് സമ്മതിച്ചു. പക്ഷേ എന്റെ സുഖത്തിന്റെ പിന്നിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരിന്റെ കഥയിലിടാ. എന്നെ ദാനം കെട്ടിക്കും. വഴക്കുണ്ടാക്കുന്ന അളിയ ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? അളിയും പോ. കരയാതിരിക്കും. ഇവിടെ നിന്ന് കരയുന്ന ആരെങ്കിലും കണ്ടാൽ മോശമാണ്. ഉഷ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് പോയിക്കൊള്ളു. ഇല്ല, ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. അയ്യോ, അവിവേകം ഒന്നും കാണിക്കരുത്. പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ കൊണ്ടാക്കാം. വരും. ഉഷ കരയണ്ട. ഞാൻ രവികുമാറിനോട് പറഞ്ഞ എല്ലാം ശരിയാക്കാം. ആളൊരു ചൂടനാണെങ്കിലും പാവമാണ്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഡിംഗോളിഫിക്കേഷൻ ഒക്കെ നടത്തി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു നിനക്കെന്താടാ? നീ ആര് സ്വാമി വിവേകാനന്ദന്റെ കൊച്ചുവാണോ? പാവം പെണ്ണ്, അങ്ങനെയൊന്നും പറയാതെ. എന്തോ ഇവിടെ ഞാനില്ല, സാറങ്ങ് പോയച്ചാ മതി. ചെല്ല്. അന്ന് കോളേജിൽ നിന്ന് രവി ഉഷയെ കാറിൽ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഞാനുണ്ടവിടെ. ഉഷയെ ഗർഭിണിയാക്കിയിട്ട് രവികുമാർ അവളെ കൈയൊഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വന്ന ഉഷയെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് രവിയാണ്. രവികുമാർ ഇന്ന് തിരുവനന്തപുരത്ത് PWD എഞ്ചിനീയറാണ്. ഗോപി പറഞ്ഞല്ല സത്യമാണോ? ഇതെനിക്ക് നേരിട്ടറിയാവുന്ന സത്യമാണ് രജനി. ഉഷ രവികുമാറിനെ രവി എന്നാണ് വിളിച്ചിരുന്നത്. രജനി അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണ്. എന്തോ
ചെയ്തു. എനിക്ക് മാപ്പ് തരൂ. എനിക്ക് ആളെ അറിയാതെ രജനി, എനിക്ക് ഉടൻ തന്നെ എന്റെ രവിയേട്ടനെ കാണണം. എന്താ രജനി? നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. അതെ മോളെ. എന്ത് പറ്റി രജനി? ഫോൺ കിട്ടുന്നില്ല. ഉടനെ ചെന്നില്ലെങ്കിൽ ദേവേട്ടന് ആപത്താണ്. വേഗം പോവാം. വരൂ. ഏത് ഭാഗത്താണ് ഈ വിള്ളല്? ഇടതുവശത്ത് ആ മൂലയിലാണ്. ഞാൻ നോക്കിയിട്ടല്ലേ.